തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ ഉപരോധ സമരത്തിനിടെ വൻ സംഘർഷമുണ്ടായി. പ്രതിഷേധക്കാർ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിന്റെ ജനാല അടിച്ചു തകർത്തു. ഈ വാർത്തയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ് എന്നതാണ്. മേഘന മുരളി വിശദാംശങ്ങളുമായുണ്ട്. മേഘന, പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ എന്തൊക്കെ? അനുജ, ഇപ്പോഴും ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിന്റെ മുന്നിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ മത്സ്യത്തൊഴിലാളികളടക്കമുള്ള സംയുക്ത സമരസമിതി പ്രതിനിധികളടക്കമുള്ള ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ തടിച്ചു കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും ഈ മത്സ്യത്തൊഴിലാളികളടക്കമുള്ള സമരക്കാരും തമ്മിൽ ചർച്ച നടത്തുകയാണ്. അതിൽ പ്രധാനമായും പോലീസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഒരു ചർച്ചയ്ക്ക്, അതായത് ഇതിൽ ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ പറയുന്നത് അത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അതായത് ഇങ്ങനൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. കാരണം പലതരത്തിലുള്ള ചർച്ചകൾ കണ്ടതാണ്, പലതരത്തിലുള്ള ചർച്ചകൾ മുന്നേയും മത്സ്യത്തൊഴിലാളികൾ കണ്ടതാണ്. അവർക്കതിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ചർച്ചയുടെ വിഷയത്തിൽ, അതായത് പോലീസ് ആവശ്യപ്പെടുന്നത് ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ ഈ ചർച്ചയുടെ കാര്യത്തിലും ഈ മത്സ്യത്തൊഴിലാളികൾ സമ്മതമല്ല. കാരണം അവർക്ക് ഈ ചർച്ചയിൽ വിശ്വാസമില്ല. അല്ലെങ്കിൽ പലതവണ ഇത്തരത്തിൽ ചർച്ചകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നതാണ്. പക്ഷെ അതിലൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ കാര്യങ്ങൾ തീരില്ല, അല്ലെങ്കിൽ പ്രതിഷേധം തീരില്ല എന്നുള്ളതാണ് പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ തീരദേശ റോഡ് ഉപരോധിക്കുന്നു. അതുപോലെ തന്നെ ഈ ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ കഞ്ഞി വെച്ചാണ് ഈ പ്രതിഷേധക്കാർ സമരം ചെയ്യുന്നത്. പക്ഷേ ഇതുവരെ, അതായത് ഈ സമയം എടുത്തു ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കാനോ ഇത്രയും സമയമെടുത്തു എന്നുള്ളതാണ് പ്രധാനമായും ഈ സമരക്കാർ പറയുന്നത്. അതിനുശേഷം വൈകുന്നേരമാണ് ഈ പ്രതിഷേധം സംഘർഷഭരിതമാവുകയും ചെയ്തത്. ഇപ്പോൾ കൂടുതൽ പ്രകോപിതരാകുന്നു, അതായത് മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ പ്രകോപിതരാകുന്നു. അവർ ഈ കഴിഞ്ഞ ദിവസങ്ങൾ 22 ദിവസമായി ഇവിടെ ഡ്രഡ്ജർ എത്തിയിട്ട്, പക്ഷേ ഡ്രഡ്ജറിന്റെ നടന്നിട്ടില്ല, അല്ലെങ്കിൽ തുടങ്ങിയിട്ടില്ല. മണൽ നീക്കം കാര്യക്ഷമമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കണം. ഇവിടെ ഉപജീവനം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുവരെ കൂടാതെ ഇപ്പോഴും ഈ ചർച്ചയ്ക്ക്, അതായത് പോലീസ് ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നു, പക്ഷേ ഈ ചർച്ചയ്ക്ക് ഇവർ തയ്യാറാകുന്നില്ല. അത് തന്നെ നമുക്ക് ഇവരുടെ പ്രതികരണം അടക്കം. ചേട്ടാ, ചർച്ചയ്ക്ക് അനുജ, ഇങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ ഇവിടെ സംഘർഷഭരിതമാണ്. അതായത് ഇവർ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പോഴും ഇവർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. അതായത് ഈ ചർച്ചകൾ പല കുറി കണ്ടതാണ്, പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ടാകില്ല. അവർക്ക് ഇപ്പോൾ ഈ ചർച്ചയിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ നിരവധിയായിട്ടുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. നിരവധിയായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ ഇവിടെ തടിച്ചുകൂടുന്നു. അവർ തമ്മിൽ തന്നെ വലിയ തരത്തിൽ, അതായത് ചർച്ച വേണമോ എന്നുള്ള തരത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. എന്തായാലും ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ നമ്മളോട് പ്രതികരിക്കുന്നത് എന്തായാലും പ്രതിഷേധം തുടരും, സമരം തുടരും. അത് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വരെ. അത് പലകുറി ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിന് മുന്നിൽ ഇവർ സമരം ചെയ്തതാണ്. കഴിഞ്ഞ പ്രത്യക്ഷ സമരമൊക്കെ നടത്തിയതാണ്. പക്ഷേ അതിലൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധം തുടരും. ഇത് തീരദേശ റോഡ് ഉപരോധിച്ചും മറ്റും പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായും പറയുന്നത്. മുതലപ്പുഴയിലാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. അത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. പിന്നീട് പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരു ചർച്ചയ്ക്ക് ഇനി തയ്യാറല്ല, ഡ്രഡ്ജിംഗ് കാര്യക്ഷമമല്ല എന്നൊക്കെയുള്ളത് ആരോപിച്ചുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം.